Hello everyone. Welcome to Scholars Hub. സോ ഇന്ന് ബ്ലോക്ക് 4 യൂണിറ്റ് 5ൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എസ്സേ റൈറ്റിംഗ്, അതിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൽ കൺസിഡറേഷൻ, അതായത് നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് എസ്സേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കൂടി നമ്മളിതിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പോണൻസ് ഓഫ് എസ്സേസ്, അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് എസ്സേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എസ്സേ എന്ന് പറയുന്ന, ഈ ഒരു എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന്, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എൻ എസ്സേ റൈറ്റിംഗ്? ഹെൽപ്സ് അസസ് അനലറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. അതായത് നമ്മുടെ അനലറ്റിക്കൽ സ്കില്ലും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പരീക്ഷയിലൊക്കെ നോക്കൂലേ, അതേപോലെ നമ്മുടെ അനലറ്റിക്കൽ സ്കില്ലും ക്രിട്ടിക്കൽ തിങ്കിങ്ങൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്സേ റൈറ്റിങ്സിന് നമ്മളെടുത്ത് പറയുന്നത്. ഓക്കെ, നമ്മുടെ എസ്സേ കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം അനലിറ്റിക്കൽ സ്കില്ലും ക്രിട്ടിക്കൽ സ്കില്ലും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് എസ്സേ എഴുതാൻ പറയുന്നത്. ഡെമോൺസ്ട്രേറ്റ് ലാംഗ്വേജ് പ്രൊഫഷൻസി ആൻഡ് കോഹറൻസ് ഓഫ് ഐഡിയാസ്, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് എത്രത്തോളം ബെറ്റർ ആണെന്ന് അറിയാൻ പറ്റും. എൻഹാൻസ് ദ എബിലിറ്റി ടു സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസ് തോട്ട്സ് എഫക്റ്റീവ്ലി, അതായത് നമുക്കറിയാവുന്ന ഐഡിയാസും തോട്ട്സും എങ്ങനെ സ്ട്രക്ചേർഡായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഒരാൾക്ക് ഒരുപാട് ഐഡിയാസും തോട്ടും ഉണ്ട്, പക്ഷേ ആ ഐഡിയാസും തോട്ടും ഒക്കെ സ്ട്രക്ചറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാളുടെ എസ്സേ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ടെസ്റ്റ് ക്രിയേറ്റിവിറ്റി, റീസണിങ്, എബിലിറ്റി ടു പ്രസൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ലോജിക്കലി, അതായത് നമുക്ക് എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് റീസണിങ് ഉണ്ടോ, ഒരു കാര്യത്തിനെ ലോജിക്കലായിട്ട് റീസണബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ്, നമ്മുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അലോസ് എക്സാമിനർ ടു ഇവാലുവേറ്റ് സബ്ജക്റ്റ് നോളജ് ആൻഡ് എക്സ്പ്രഷൻ, നമ്മുടെ എക്സാം നോക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ എസ്സേ നോക്കുന്ന ഒരാൾക്ക് നമുക്ക് എത്രത്തോളം സബ്ജക്റ്റ് നോളജ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം കാര്യങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ അറിയാമെന്നൊക്കെ ഒരു എസ്സേ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ കീ കൺസിഡറേഷൻ എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡ് ദ പ്രോംപ്റ്റ്, അതായത് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ടു ഗ്രാസ്പ് ദ ടോപ്പിക് ആൻഡ് റിക്വയർഡ് അപ്രോച്ച്, അതായത് ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ജനറലായിട്ട് പറയണം കേട്ടോ. പ്ലാൻ ബിഫോർ റൈറ്റിംഗ്, ഇത് ഞാൻ ജനറലായിട്ട് ഇതിൽ കൊടുത്തതാണ്, കാരണം നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരുപാട് എസ്സേസ് എഴുതാനുണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു എസ്സേനെ എഴുതണം, അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം നമ്മൾ എസ്സേ എഴുതുന്നതിന് മുന്നേ ഞാൻ എന്താണ് എഴുതാൻ പോകുന്നതെന്ന്. മെയിൻറ്റെയിൻ ക്ലാരിറ്റി, നമ്മൾ നല്ല ക്ലാരിറ്റിയിലൂടെ എഴുതണം. അതുപോലെ തന്നെ യൂസ് ഫോർമൽ ആൻഡ് കറക്റ്റ് ലാംഗ്വേജ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാഷ്വൽ ലാംഗ്വേജ് യൂസ് ചെയ്യാതെ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക. സ്റ്റേ വിത്തിൻ ദ വേർഡ് ലിമിറ്റ്, നമ്മൾ ഒരുപാട് എക്സീഡിങ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം എഴുതിയാൽ മതി. പ്രൊവൈഡ് സ്ട്രോങ് ആർഗ്യുമെൻറ്റ് വിത്ത് എക്സാമ്പിൾസ്, അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും, എക്സാമ്പിളും കൊടുക്കണം. റിവൈസ് ബിഫോർ സബ്മിഷൻ, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ റിവൈസ് ചെയ്യണം. എസ്പെഷ്യലി നമ്മളെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ അത് അതായത് അവസാനം എത്തുന്നതിന് മുന്നേ, അതായത് നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ, ഉത്തര പേപ്പർ തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം നമ്മളെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടോ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് എസ്സേസ് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് എസ്സേ? അതിൽ ഒന്നാമത് നെറേറ്റീവ് എസ്സേ ആണ്. എ നെറേറ്റീവ് എസ്സേ ടെൽസ് എ സ്റ്റോറി ഓർ ഷെയർ ആൻ എക്സ്പീരിയൻസ് ഇൻ എ സ്ട്രക്ചറൽ മാനർ, അതായത് നമ്മളൊരു സ്റ്റോറീനെ കുറിച്ച് എന്തെങ്കിലും ഒരു കഥ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള എസ്സേസിനെയാണ് നെറേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. രണ്ടാമത് എക്സ്പോസിറ്ററി എസ്സേ ആണ്. എന്താണ് എക്സ്പോസിറ്ററി എസ്സേ? എക്സ്പോസിറ്ററി എസ്സേ എക്സ്പ്ലെയിൻസ് ഓർ ഇൻഫോംസ് ദ റീഡർ അബൌട്ട് എ ടോപ്പിക് യൂസിങ് ഫാക്റ്റ്, എക്സാമ്പിൾസ് ആൻഡ് ലോജിക്കൽ റീസണിങ്, അതായത് ഈ എസ്സേ വായിക്കുന്ന സമയത്ത്, എക്സ്പോസിറ്ററി എസ്സേ വായിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ്, ഒരുപാട് നമ്പേഴ്സ്, കാര്യങ്ങൾ, ഇത്ര എണ്ണമുണ്ട് അത്ര എണ്ണമുണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ്, ഒരു കഥ പോലെയല്ല, കുറച്ചും കൂടി ഫാക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എസ്സേസ് ആണ് എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറഞ്ഞാൽ. അടുത്തത് പെർസോസീവ് എസ്സേ ആണ്. എന്താണ് പെർസോസീവ് എസ്സേ? എ പെർസോസീവ് എസ്സേ എയിംസ് ടു കൺവിൻസ് ദ റീഡർ ടു അഗ്രി വിത്ത് എ പെർട്ടിക്കുലർ വ്യൂ പോയിൻറ്റ് ഓർ ഒപ്പീനിയൻ, അതായത് പെർസ്യൂഡ് പറഞ്ഞാൽ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്.
അതായത് ആ എസ്സേയിലുള്ള ഒരു ഐഡിയ ഉണ്ടാവും, എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ഐഡിയ. ആ ഐഡിയയെക്കുറിച്ച് വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തലത്തിലുള്ള എസ്സേസാണ് എന്ത്, പെർസൂസീവ് എസ്സേ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ഉണ്ട്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ? എ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ വിവിഡ്ലി ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്റ്റ് ഓർ എക്സ്പീരിയൻസ് യൂസിങ് സെൻസറി ഡീറ്റെയിൽസ്, സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, ടു ക്രിയേറ്റ് എ സ്ട്രോങ് ഇംപ്രഷൻ. അതായത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ചോ ഒരു സ്ഥലത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഒരു സ്റ്റോറി പോലെയല്ല, അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മീശ, കണ്ണ്, മൂക്ക്, അദ്ദേഹത്തെ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ ഡിസ്ക്രിപ്ഷൻസും എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് പറയുന്ന എസ്സേ ആണെന്ത്, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. അങ്ങനെ എന്ത് കാര്യത്തിനെ കുറിച്ചും പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. അനലറ്റിക്കൽ എസ്സേ ഉണ്ട്. അനലറ്റിക്കൽ എസ്സേ എന്താണ്? അനലറ്റിക്കൽ എസ്സേ it focused on analyzing ideas, argument, themes or data rather than merely summarizing information. അനലിറ്റിക്കൽ എസ്സേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫോക്കസ് ആയിട്ട് അനലൈസ് ചെയ്യും. എന്തിനെ? ഓരോരോ ഡാറ്റാസിനെ കുറിച്ച്, അതല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്, തീമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിനാണ് അനലിറ്റിക്കൽ എസ്സേ എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ എസ്സേ ഉണ്ട്. ഫിലോസഫിക്കൽ എസ്സേ എക്സ്പ്ലോർസ് abstract concept and fundamental question about existence, morality, knowledge and reality. ഓക്കെ, ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മതത്തിനെ കുറിച്ചൊരു എസ്സേ എഴുതുക, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാർമ്മികപരമായിട്ടുള്ള എസ്സേസ്, അങ്ങനെ അത്തരം കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഘോരം എഴുതുന്ന എസ്സേസിനെയാണ് എന്ത് പറയുന്നത്, ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ് ഓഫ് എസ്സേ ആണ് നമുക്ക് പഠിക്കാറുള്ളത്. എന്താണ് പ്രോസസ് ഓഫ് എസ്സേ? എ പ്രോസസ് ഓഫ് എസ്സേ എക്സ്പ്ലെയിൻസ് ഹൗ ടു ഡു സംതിങ്, ഹൗ ഇറ്റ് വർക്ക്സ് ഓർ ഹൗ ഇറ്റ് മെയ്ഡ്. ഇറ്റ് ഫോളോസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രക്ചർ ആൻഡ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ഇൻസ്ട്രക്ഷണൽ ഓർ എക്സ്പ്ലനേറ്ററി പേർപ്പസ്. അതായത് പ്രോസസ് ഓഫ് എസ്സേ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഹൗ ടു ഡു സംതിങ്, അതെങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ കമ്പോണൻറ്റ് ഓഫ് എസ്സേ ഉണ്ട്, എന്തൊക്കെയാണ് ഒരു എസ്സേയിൽ വരുന്നത് എന്നുണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൺക്ലൂഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ്, രണ്ടാമത്തെ പേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ കണ്ടൻറ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പേജ് അല്ലെങ്കിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അതിൻ്റെ കൺക്ലൂഷനാണ്. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് എസ്സേ ഉണ്ട്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് എസ്സേ എന്ന് പറഞ്ഞാൽ? ഒരു ക്ലിയർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ലോജിക്കലായിട്ടുള്ള സ്ട്രക്ചർ വേണം, അതിന് കോഹറൻസ് ആൻഡ് യൂണിറ്റ് വേണം, അതുപോലെ തന്നെ സ്ട്രോങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, റെലവൻറ്റ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ് ആയിരിക്കണം അതിലുള്ളത്, അതുപോലെ തന്നെ ഫോർമൽ ആൻഡ് പ്രിസൈസ് ലാംഗ്വേജിലായിരിക്കും എഴുതേണ്ടത്. അതുപോലെ എൻഗേജ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കണം. എൻഗേജ് ചെയ്യാറുണ്ടെങ്കിൽ വായിക്കുന്ന വായനക്കാരനെ അതിൽ പിടിച്ചിരുത്താൻ പറ്റണം. അതുപോലെ തന്നെ തോട്ട് പ്രൊവോക്കിംഗ്, നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള എസ്സേസ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എസ്സേ റൈറ്റിംഗ് ഇൻ എക്സാംസ്? എന്തൊക്കെയാണ്? എസ്സേ റൈറ്റിംഗ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എക്സാം ആസ് ഇറ്റ് ഹെൽപ്സ് അസസ് എ സ്റ്റുഡൻസ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. അതായത് നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത്, എസ്സേ എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ റൈറ്റിംഗ് ആണ്, എന്തിലെ എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ക്രൂഷ്യലാണ് എസ്സേ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്? അസസ് എ സ്റ്റുഡൻസ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. അതായത് ഒരാളുടെ ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എസ്സേനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ്സേ വെച്ചിട്ട് ഒരു കുട്ടിയുടെ ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് റിവീൽസ് ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ക്യാൻ ഓർഗനൈസ് ദെയർ തോട്ട്സ്. അതായത് ഒരാൾക്ക് അവൻ്റെ ഐഡിയ എത്ര നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഒരു എസ്സേ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. യൂസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ലാംഗ്വേജ് സ്കിൽ അറിയാൻ പറ്റും. ആൻഡ് പ്രസൻറ്റ് ആർഗ്യുമെൻറ്റ് ലോജിക്കലി, സ്വന്തം ആർഗ്യുമെൻറ്റ് നന്നായിട്ട് ലോജിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടൊക്കെ ഒരു എസ്സേ നോക്കിയാൽ വായിച്ചാൽ അറിയാൻ പറ്റും. സോ ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് എസ്സേ. എന്തൊക്കെയാണ്? എ ഗുഡ് എസ്സേ contains a clear thesis statement that conveys the main argument. It follows a logical structure. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇത് പാരഗ്രാഫാക്കി കൊടുത്തിരിക്കുകയാണ്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ എക്സ്പോസിറ്ററി എസ്സേ? എന്താണ് എക്സ്പോസിറ്ററി എസ്സേയുടെ പർപ്പസ് എന്നാണ്? ആൻ എക്സ്പോസിറ്ററി എസ്സേ എയിം ടു എക്സ്പ്ലെയിൻ ഓർ ഇൻഫോം ദ റീഡർ അബൌട്ട് എ ടോപ്പിക് യൂസിങ് ഫാക്റ്റ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അതായത് കുറച്ച് ലോജിക്കലായിട്ട് റീസണിങ്, അതായത് കുറച്ചുകൂടി ഫാക്റ്റുകളെക്കുറിച്ച് ലോജിക്കലായിട്ട് റീസണബിളായിട്ട് പറയുന്ന എസ്സേസാണ് എക്സ്പോസിറ്ററി എസ്സേ.
വാട്ട് ഈസ് പെർസോസീവ് എസ്സേ? നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഒരാളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എസ്സേസ്. പെർസോസീവ് എസ്സേ ട്രൈസ് ടു കൺവിൻസ് ദ റീഡർ ടു അക്സെപ്റ്റ് എ പെർട്ടിക്കുലർ വ്യൂ പോയിൻറ്റ് യൂസിങ് ആർഗ്യുമെൻറ്റ് ആൻഡ് സപ്പോർട്ടീവ് എവിഡൻസ്. അതായത് ഒരു പെർസോസീവ് എസ്സേ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള എസ്സേസ് ആയിരിക്കും. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ? എന്താണ്? എ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ വിവിഡ്ലി ഡിസ്ക്രൈബ് എ പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്റ്റ് ഓർ എക്സ്പീരിയൻസ് യൂസിങ് സെൻസറി ഡീറ്റെയിൽസ്. അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും പേഴ്സൺസിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഒരു വ്യക്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് 1 by 1 അതിൻ്റെ ഫീച്ചേഴ്സ് എടുത്തെടുത്ത് പറയുന്ന തരത്തിലുള്ള എസ്സേയാണ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ആൻ അനാലിറ്റിക്കൽ എസ്സേ? എന്താണ്? ആൻ അനാലിറ്റിക്കൽ എസ്സേ ഫോക്കസ് ഓൺ അനലൈസിങ് ഐഡിയാസ്, തീംസ്, ആർഗ്യുമെൻറ്റ് റാദർ ദാൻ സമ്മറൈസിങ് ജസ്റ്റ് സമ്മറി അല്ല അനലിറ്റിക് പറയുക, അതിൻ്റെ ഐഡിയാസ്, തീമിനെ, ആർഗ്യുമെൻറ്റ്സിനൊക്കെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടായിരിക്കും പറയുക, അതിലെന്താണ് വിശകലനം ചെയ്തിട്ടായിരിക്കും പറയുക. വാട്ട് ഡസ് എ ഫിലോസഫിക്കൽ എസ്സേ എക്സ്പ്ലോർസ്? ഫിലോസഫിക്കൽ എസ്സേ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അവിടുത്തെ കീവേഡ്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലോജിക്കലായിട്ട് പറയുന്നതാണ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റാത്ത, ഇപ്പോൾ ലവ്, ധാർമ്മികത എന്നൊക്കെ പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആണ്. ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ എസ്സേസ് ആയിരിക്കും. വാട്ട് ഈസ് എ പ്രോസസ് ഓഫ് എൻ എസ്സേ? വാട്ട് ഈസ് എ പ്രോസസ് എസ്സേ? ഓക്കെ, എന്താണ് പ്രോസസ് എസ്സേ എന്നാണ്. എ പ്രോസസ് എസ്സേ എക്സ്പ്ലെയിൻസ് ഹൗ സംതിങ് ഈസ് ഡൺ, വർക്ക്സ് ഓർ ഈസ് മെയ്ഡ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാറ്റ്. വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എൻ എസ്സേ? ഇൻട്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയ ആൻഡ് കൺക്ലൂഷൻ. വൈ ഈസ് എ thesis statement important in an essay? Because it clearly states the main idea or argument of the essay. കാരണം തീസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻ്റ് ആണ്, മെയിൻ ആയിട്ടുള്ള കണ്ടൻസിനെയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലാണ് നമ്മുടെ മെയിൻ ആർഗ്യുമെൻ്റ് ഒക്കെ വരുന്നത് സെൻട്രൽ പാർട്ടിൽ. വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ആൻ എസ്സേ? ഫോർമൽ, പ്രിസൈസ് ആൻഡ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങൾ എന്താണ് എസ്സേ റൈറ്റിംഗിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിങ്ങൾക്ക് കൂടുതലും വരാൻ ചാൻസ്. ചിലപ്പോൾ എന്തിനാണ് നമ്മൾ എസ്സേ എഴുതുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. അപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. താങ്ക് യു സോ മച്ച്.